ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 8-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് എന്നാണ്? 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് 2024 ഏപ്രിൽ 8-നായിരുന്നു. 2024 ഏപ്രിൽ 8-ന്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന 2023 മാധവമുദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന 2023 മാധവമുദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനാകുന്നത് ആർ രാമചന്ദ്ര നായർ. ആർ രാമചന്ദ്ര നായറാണ്. ആർ രാമചന്ദ്ര നായർ. അടുത്ത ചോദ്യം, ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർ. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷാണ്. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023 മികച്ച ഗോൾ കീപ്പർ ആരാണ്? അത് PR ശ്രീജേഷാണ്. PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം. അടുത്തിടെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനമാണ് BBC. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ അത് BBC ആണ്. BBC. തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടൽ. തിരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി. ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനിയാണ് മുത്തൂറ്റ് മിനി ഫൈനാൻസിയേഴ്സ്. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി. 2024 ഏപ്രിലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? അത് രാകേഷ് മോഹനാണ്. രാകേഷ് മോഹൻ. 2024 ഏപ്രിലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണർ ചോദിക്കുകയാണെങ്കിൽ രാകേഷ് മോഹനാണ്. രാകേഷ് മോഹൻ. ഒന്നുകൂടെ വായിക്കാം. 2024 ഏപ്രിലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് 2024 ഏപ്രിലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണർ അതാരാണ്? അത് രാകേഷ് മോഹനാണ്. രാകേഷ് മോഹൻ. 2 വനിതകൾ ഉൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് കസഖ്സ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറങ്ങിയത് അതേതാണ്? സോയൂസ് MS-24 ആണ്. സോയൂസ് MS-24. 2 വനിതകൾ ഉൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് കസാഖിസ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങിയത് സോയൂസ് MS-24 ആണ്. സോയൂസ് MS-24. അടുത്ത ചോദ്യം, പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിങ്ങിനുമുള്ള പദ്ധതി എന്താണ്? പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിങ്ങിനുമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പദ്ധതിയുടെ പേരാണ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ഹാറ്റ്സ്. അപ്പോൾ ഹാറ്റ്സ് എന്തിനുള്ള പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതിന് പരിഹാരം കാണാനും അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങിനുമൊക്കെ ആയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ത് ഹാറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നിരൂപകയും നാടകകൃത്തുമായിരുന്ന വ്യക്തി. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നിരൂപകയും നാടകകൃത്തുമായിരുന്ന വ്യക്തിയാണ് മരീസ് കോണ്ട്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായ ജമ്മുകാശ്മീർ സ്വദേശി. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായ ജമ്മുകാശ്മീർ സ്വദേശിയാണ് ബിൽക്കീസ് മിർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ ജേതാവായതാരാണ്? ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ടത്തിൽ ജേതാവായത് മാക്സ് വെസ്തപ്പൻ ആണ്. മാക്സ് വെസ്തപ്പൻ. താങ്ക് യു.